അസ്സലാമു അലൈക്കും. പുറകിലാരുടെയോ അനക്കം മറിഞ്ഞ് സക്കീർ ആയിരിക്കുമെന്ന് കരുതി സുറുമി തിരിഞ്ഞു നോക്കുമ്പോൾ അത് മാഹിറാണ്. കുളിയൊക്കെ കഴിഞ്ഞ് പള്ളിയിലേക്ക് പോകാൻ ഒരുങ്ങിയിട്ടുണ്ട്. പേടി തട്ടിയതുപോലെയുള്ള അവളുടെ മുഖം അവനെ കണ്ടതും തെളിഞ്ഞു. മാഹിക്ക എപ്പോൾ വന്നു? കുറച്ചു നേരമായി. നീ അലക്കുകയായിരുന്നല്ലോ. അത് കഴിയട്ടെ എന്ന് കരുതി. അവൻ്റെ മുഖത്ത് ഗൗരവമായിരുന്നു. കഴിക്കാൻ എടുക്കട്ടെ? വേണ്ട, പള്ളിയിൽ നിന്ന് വന്നിട്ട് കഴിക്കാം. ഇക്കാ, അത് പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. സുറുമി സക്കീറിൻ്റെ കാര്യം അവതരിപ്പിക്കാൻ വേണ്ടി പതിയെ പറഞ്ഞു. സമയം വൈകി, ആദിൽ കാത്തു നിൽക്കുന്നുണ്ട്. പോയി വന്നിട്ട് നമുക്ക് സംസാരിക്കാം എന്നും പറഞ്ഞവൻ വാച്ചിലേക്ക് നോക്കി തിടുക്കത്തിൽ പോകുമ്പോൾ സുറുമി അമ്പരപ്പോടെ അവനെ നോക്കി തല അനക്കി. സാധാരണ അങ്ങനെയൊന്നുമില്ല. ഏത് സാഹചര്യത്തിലും തനിക്ക് പറയാനുള്ളത് കേൾക്കാൻ ക്ഷമയോടെ നിന്നു തരുന്നവനാണ്. ഇന്നിപ്പോൾ ഇതെന്ത് പറ്റിയാവോ? സുറുമി ചിന്തിച്ചു. എന്തായാലും മാഹിക്ക് വന്നാൽ അയാളുടെ കാര്യം ഉറപ്പായും പറയണം. മാഹിർ പള്ളി തിരിഞ്ഞ് വീട്ടിലേക്ക് വന്നില്ല. ആദിലിനെ കൂടെ അവൻ്റെ ഒരു ബന്ധുവിൻ്റെ വീട്ടിലേക്ക് വന്നതാണ്. എന്നെ കാത്തിരിക്കേണ്ട, താൻ കഴിച്ചു എന്നവൻ വിളിച്ചു പറഞ്ഞപ്പോഴാണ് സുറുമി ഭക്ഷണം കഴിച്ചത്. മഗ്‌രിബ് ബാങ്ക് വിളിച്ചിട്ടാണ് മാഹിർ പിന്നെ വീട്ടിലേക്ക് വരുന്നത്. സുറുമി ഹാലമോളെ പഠിപ്പിക്കുകയായിരുന്നു. അവനെ കണ്ടതും സുറുമി അടുക്കളയിലേക്ക് പോയി അവനുള്ള ചായ ചൂടാക്കിയെടുത്തു. അപ്പോഴേക്കും അവൾക്ക് പിറകെ മാഹിറും അങ്ങോട്ട് വന്നു. പതിവിന് വിപരീതമായി സക്കീർ നേരത്തെ വീട്ടിലേക്ക് വന്നത് കണ്ട് ലബീബാക്ക് വല്ലാത്ത സന്തോഷം തോന്നി. ഈ മനുഷ്യൻ തന്നോടൊന്ന് സ്നേഹത്തോടെ മിണ്ടിയിട്ട് എത്രയോ ദിവസങ്ങളായി. കുളി കഴിഞ്ഞ് കണ്ണാടിക്ക് മുമ്പിൽ നിന്ന് മുടി ചീകുമ്പോൾ ലബീബ അവനെ ഒന്ന് തിരിഞ്ഞു നോക്കി. കണ്ണ് ഫോണിൽ തന്നെയാണ്. ചുണ്ടിൽ ഒളിപ്പിച്ചു വെച്ചൊരു ചിരിയുമുണ്ട്. ലബീബ അവൻ്റെ അടുത്തേക്ക് ചുവട് വെച്ചു. അരികിൽ ചെന്നിരുന്നിട്ടും അവൻ്റെ ഒരു നോട്ടം പോലും തൻ്റെ നേർക്ക് വരുന്നില്ലെന്ന് കണ്ട് സങ്കടം തോന്നി അവൾക്ക്. സക്കീർക്ക, ലബീബ പതിയെ വിളിച്ചു. എന്താടി, എനിക്ക് ഉറങ്ങാനായില്ലേ? അവൻ കുറച്ചുകൂടെ അരികിലേക്ക് നീങ്ങിക്കിടന്ന് അലസമായി ചോദിച്ചതും സങ്കടവും ദേഷ്യവും ഒരുപോലെ നിറഞ്ഞ് അവളുടെ കൽബ് വിങ്ങി. പൊടുന്നുടനെ അവൻ്റെ കയ്യിലിരിക്കുന്ന ഫോൺ പിടിച്ചു വാങ്ങിയതും സക്കീർ ആ കിടപ്പിൽ നിന്ന് ചാടി എഴുന്നേറ്റിരുന്നു. എന്താടി നീ കാണിച്ചത്? ആ ഫോണിങ്ങിത്താ. സക്കീർ ദേഷ്യത്തോടെ അവളുടെ നേർക്ക് ചീറി അടുത്തതും വിരണ്ടു പോയെങ്കിലും ലബീബ ഫോൺ അവന് കൊടുക്കാതെ പിറകിലേക്ക് ഒളിപ്പിച്ചു വെച്ചു. ഇങ്ങ് താടി, എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. നീ അടി വാങ്ങിക്കും. അല്ല, നിങ്ങൾക്ക് ഞാനാണോ വലുത്, നിങ്ങളെ ഫോണാണോ വലുത്? അവൾ അങ്ങനെ ചോദിച്ചതും ഫോൺ തന്നെയാണ് നിന്നേക്കാൾ വലുതെന്ന് നാക്കിൻതുമ്പോളം വന്നെങ്കിലും അത് പുറത്തേക്ക് ചാടാതെ അവൻ പല്ലിനിടയിലിട്ട് ഒതുക്കിക്കളഞ്ഞു. നിങ്ങൾ എത്ര ദിവസമായി സക്കീർക്ക എന്നോടൊന്ന് മിണ്ടിയിട്ട്? സ്നേഹത്തോടൊന്ന് നോക്കാറുണ്ടോ നിങ്ങൾ? എൻ്റെ എന്തെങ്കിലും ആവശ്യങ്ങൾ ചോദിക്കാറോ എന്നെ കേൾക്കാറോ ഒന്നുമില്ല. ലബീബ ഇടറിക്കൊണ്ട് പരാതി പറഞ്ഞു. തുടങ്ങി അവളുടെ ഒരു പരാതി. സത്യം പറയാലോ, ഇത് കേൾക്കുമ്പോഴാണ് എനിക്ക് നിന്നോട് കൂടുതൽ മടുപ്പ് തോന്നുന്നത്. സക്കീർ പൊട്ടിത്തെറിച്ചു. അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾക്കെന്നെ മടുത്തെന്ന്. ലബീബാക്ക് കരച്ചിൽ വന്നു. തുടങ്ങി കണ്ണീരൊലിപ്പിക്കൽ. ശവം. സക്കീർ ദേഷ്യത്തോടെ തല വെട്ടിച്ചു. അവൾ കരയാൻ തുടങ്ങുവാണെന്ന് കണ്ടതും സക്കീറിൻ്റെ ദേഷ്യമൊന്നഴിഞ്ഞു. സോപ്പിട്ട് 2 വർത്താനം പറഞ്ഞാൽ തീരുന്നതേയുള്ളൂ ഈ പരിഭവം. അവൻ്റെ ഉള്ളിൽ കൗശലമുണർന്നു. നിന്നെ കരയിക്കാൻ പറഞ്ഞതല്ല ലബീബ. എന്നെ കാണുമ്പോൾ ഇത് മാത്രമല്ലേ നീ പറയുന്നത്? ആണുങ്ങളാവുമ്പോൾ അങ്ങനെയൊക്കെ തന്നെയാ. നിനക്കൊക്കെ വെറുതെ വീട്ടിലിരുന്ന് തിന്നുന്നതിൻ്റെ ഏനക്കേടാണ്. എനിക്കപ്പോഴും നിന്നെയും സ്നേഹിച്ച് ഇവിടെ ഇരുന്നാൽ മതിയോ? 100 കാര്യങ്ങൾ ചെയ്യാണ്ട്. അതിനിടയിൽ വല്ലപ്പോഴും മനസ്സൊന്ന് തണുപ്പിക്കാൻ വേണ്ടിയാണ് ഇടയ്ക്ക് ഫോണൊന്ന് എടുത്ത് നോക്കുന്നത്. എൻ്റെ ജോലി തിരക്കിനിടയ്ക്ക് നിന്നെ കൊഞ്ചിച്ചുകൊണ്ട് നടക്കാനുള്ള സമയമൊന്നും കിട്ടിയില്ലല്ലോ എന്ന് വരും. അതെങ്ങനെ പരാതി പറഞ്ഞ് വെറുപ്പിക്കാണോ വേണ്ടത്? നിൻ്റെ ഈ സംശയരോഗമാണ് ആദ്യം മാറ്റേണ്ടത്. ഇപ്പോൾ തന്നെ നീ ചോദിച്ചതെന്താ? ഫോണാണോ നീയാണോ വലുതെന്ന്? നീയാണെന്ന് എൻ്റെ എല്ലാന്ന് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ലബീബ. സക്കീർ മനസ്സിൽ അവളെ പ്രാഗിക്കൊണ്ട് പുറമെ സ്നേഹം നടിച്ച് കൈനീട്ടി അവളുടെ കണ്ണുനീര് തുടച്ചു കൊടുത്തു. അതേസമയം തന്നെയാണ് വാതിലിൽ ആരോ നിർത്താതെ തട്ടുന്നത് കേട്ടതും. ആരാണിപ്പോൾ രാത്രിയിൽ? ആനുമ്മയായിരിക്കും. തള്ള ഇപ്പോൾ വല്ലാതെ സ്നേഹം അഭിനയിക്കുന്നുണ്ട്. എല്ലാവരും ഉപേക്ഷിച്ച സ്ഥിതിക്ക് ഒതുക്കത്തിൽ എൻ്റെ കൂടെ പുതിയ വീട്ടിലേക്ക് വരാനുള്ള അടവായിരിക്കും ഇതെല്ലാം. ലബീബ തട്ടം കൊണ്ട് മുഖമൊന്ന് അമർത്തി തുടച്ച് ഡോറിനടുത്തേക്ക് നടന്നു. ഡോറ് തുറന്നപ്പോഴതാ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന സുറുമിയെ കണ്ടതും ലബീബയുടെ മുഖം കടുത്തു. എന്താടി, ഈ പാതിരാത്രിക്ക് ഈ മനുഷ്യനെ ഉറങ്ങാനും സമ്മതിക്കൂലേ? ലബീബ അരിശത്തോടെ ചോദിച്ചു. അയ്യോ, ഇത്തായിരുന്നോ?
ഇത്ത ഉറങ്ങിയിട്ടില്ലേ? സോറി കേട്ടോ, ഞാൻ ഇത്താനെ വിളിക്കാനല്ല വന്നത്. നിങ്ങൾ പോയി ഉറങ്ങിക്കോ. സെക്കീർക്കല്ലേ ഇവിടെ? ഞാൻ മൂപ്പരെ കാണാനാണ് വന്നത്. അത് പറയുന്നതിനോടൊപ്പം സുറുമി റൂമിനകത്തേക്കൊന്ന് പാളി നോക്കി. സെക്കീർ സുറുമി പറയുന്നത് കാതോർത്തുകൊണ്ട് അവിടെ നിൽക്കുന്നത് അവൾ കണ്ടു. സുറുമിയുടെ ചുണ്ടിലൊരു ക്രൂരമായ ചിരി വന്നു. എന്തേ, സെക്കീർക്കൈ കാണാനോ? ഈ സമയത്തോ? എന്തിനെ? ലബീബയുടെ വിധം മാറി അവൾ ദേഷ്യത്തോടെ ചോദിച്ചു. ഇത്താത്തിങ്ങനെ ദേഷ്യപ്പെട്ട് BP കൂട്ടല്ലേ ഇത്താത്ത? മൂപ്പര് ഇതിനകത്തല്ലേ? ഒന്ന് വിളിക്കും. ആള് രാത്രി വരാൻ പറഞ്ഞിരുന്നു എന്നോട്. അത് പറഞ്ഞവസാനിക്കുമ്പോൾ സുറുമിയുടെ മുഖത്ത് നാണത്തിൽ കുതിർന്ന ചിരി കണ്ട് ലബീബയുടെ കണ്ണുകളൊന്ന് കൂർത്തു. മുൻപ് എപ്പോഴും സെക്കീർ പറഞ്ഞ കാര്യം അവളുടെ ഓർമ്മയിൽ തെളിഞ്ഞു വന്നു. സുറുമിക്ക് തന്നെ കാണുമ്പോഴും ഒരു ഇളക്കമുണ്ട്. പക്ഷെ ഞാനത് മൈൻഡ് ചെയ്യാറില്ലല്ലോ എന്ന്. ഡി, അതിൻ്റെ വേഷം കിട്ടാൻ എൻ്റെ കെട്ടിയൻ്റെ അടുത്തേക്ക് വന്നാലുണ്ടല്ലോ കൊന്നു കളയും ഞാൻ നിന്നെ. നാണുണ്ടോടി എനിക്ക്? ഛേ! ലബീബയുടെ കവിളുകൾ വിറച്ചു. സുറുമി രണ്ടും കൽപ്പിച്ച് വന്നതാണ്. ലബീബയെ എല്ലാം അറിയിച്ച് ഇവിടെ ഒരു ഭൂകമ്പം ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അവിടെ നിന്നും ഓടി രക്ഷപ്പെടാനുള്ള വഴി ആലോചിക്കുകയായിരുന്നു സെക്കീർ. അയ്യേ, ഈ ഇത്താക്കെന്താ ഇത്? വേഷം കെട്ടുന്നല്ലെന്ന് സെക്കീർക്ക് പറഞ്ഞു തരും സുറുമി എന്തിനാണ് വന്നതെന്ന്. ആളെ വിളിക്ക്, അല്ലെങ്കിൽ വേണ്ട, ഇത്ത ഇങ്ങോട്ട് മാറിക്ക്, ഞാൻ തന്നെ വിളിച്ചോളാം. സെക്കീർക്കാ ഈണത്തിൽ വിളിച്ചുകൊണ്ട് വഴിയിൽ നിന്ന് ലബീബയുടെ എതിർപ്പുകൾ ശ്രദ്ധിക്കാതെ സുറുമി ആ റൂമിനകത്തേക്ക് കാലെടുത്ത് വെച്ചു. സുറുമിയെ കണ്ടതും സെക്കീർ പദർശിയോടെ ലബീബയെ ഒന്ന് നോക്കി. അച്ചോടാ, എന്ത് സെക്കീർക്ക് ഇവിടെ പതുങ്ങി നിൽപ്പുണ്ടായിരുന്നോ കള്ളൻ? സുറുമി അവൻ്റെ കൈത്തണ്ടയിൽ അമർത്തി ഒന്ന് നുള്ളിക്കൊണ്ട് പറഞ്ഞതും സെക്കീർ വിളറി വെളുത്തുപോയി. നിങ്ങൾക്കെന്താ മനുഷ്യ, ഈ സുറുമി കുട്ടിയെ കണ്ടിട്ടും ഒരു സന്തോഷമില്ലാത്ത? ഇങ്ങനെയൊന്നല്ലല്ലോ എന്നെ ഒറ്റക്ക് കിട്ടുമ്പോൾ പറയാനുള്ളത്. എന്നെ കാണുമ്പോൾ കടിച്ചു തിന്നാൻ തോന്നുന്നെന്ന് പറയാറില്ലേ? എന്നിട്ടെന്താ ഇപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത്? വരുത്തി തീർത്ത നാണത്തോടെ അവൻ്റെ അടുത്തേക്ക് വന്ന് സുറുമി കാലുകൊണ്ടൊരു കളം വരിച്ചു. ഡി നശിച്ചവളെ, എന്താ എൻ്റെ ഉദ്ദേശം? എൻ്റെ ഇക്കാക്കിയെക്കുറിച്ച് വായിൽ തോന്നിയത് പറഞ്ഞാലുണ്ടല്ലോ. ലബീബാക്ക് അങ്ങ് വിറച്ചു കയറി സുറുമിയെ പിടിച്ചു വലിച്ച് സെക്കീറിൻ്റെ അടുത്തു നിന്ന് മാറ്റി നിർത്തി. ദേ സ്ത്രീയെ, തൊട്ടുപോയത് തന്നെ. നിങ്ങളെ ഈ കെട്ടിയും വിളിച്ചിട്ടാണ് ഞാൻ വന്നത്. മൂപ്പർക്കേ എൻ്റെ കൂടെ ഒരു ദിവസമെങ്കിലും അന്തി ഇറങ്ങാൻ വല്ലാത്ത മോഹമാണെന്ന്. മാഹിക്കാനെ ഉറക്കിക്കെടുത്തിട്ട് വരാൻ പറഞ്ഞതാ എന്നോട്. ഞാൻ ഇക്കാനും മാഹിക്കാനോട് പറഞ്ഞപ്പോൾ മാഹിക്ക് പറയാ, എൻ്റെ ഇക്കാക്കാക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ പ്രായത്തിന് മൂത്ത കാരണവരല്ലേ, നീ അത് സാധിച്ചു കൊടുത്തേക്ക് പെണ്ണേന്ന്. അതാ ഞാൻ വെച്ച് താമസിക്കാതെ ഇങ്ങ് രാത്രി തന്നെ ഇറങ്ങി വന്നത്. അല്ലേ മാഹിക്ക? എല്ലാം പറഞ്ഞു കഴിഞ്ഞ് സുറുമി വാതിൽക്കിലേക്ക് നോക്കി. അല്ലേ മാഹിക്ക എന്ന് ചോദിക്കുന്നത് കേട്ടപ്പോഴാണ് സെക്കീറും ലബീബയും ഒരുമിച്ച് വാതിൽക്കിലേക്ക് നോക്കുന്നത്. അവിടെ നടക്കുന്നതെല്ലാം രണ്ട് കൈയും പിണച്ചു കിട്ടി നോക്കി നിൽക്കുന്നവനെ കണ്ട് സെക്കീറിൻ്റെ മുഖത്തെ രക്തം വറ്റി. താൻ പിടിക്കപ്പെട്ടു എന്ന് മനസ്സിലായതും അനിയൻ്റെ മുഖത്ത് നോക്കാൻ കഴിയാതെ സെക്കീറിൻ്റെ മുഖം കുനിഞ്ഞു. ഇനി താൻ എന്ത് പറഞ്ഞിട്ടും ലബീബയും മാഹിറും ഒന്നും വിശ്വസിക്കാൻ പോകുന്നില്ലെന്നും അവനറിയാം. അത് ശരി, കെട്ടിയവനും കുട്ടികളും കൂടി അടുത്ത നാടകം കൊണ്ട് ഇറങ്ങിയേക്കാണല്ലേ? ലബീബയായിരുന്നു അത്. അവൾക്കിപ്പോഴും ഒന്നും വിശ്വാസം വന്നിട്ടില്ല. നിങ്ങൾക്കിപ്പോൾ ഇതാണല്ലോ പണി, ഈ വീട്ടിൽ നിന്ന് ഓരോരുത്തരായി ഓടിക്കുക. ഇതിനു മുമ്പ് ഒരു കുപ്പിനാടകം കളിച്ച് ആ പാവം CJ ഓടിച്ചു വിട്ടു. ഇന്നിപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ പേരിൽ അവിഹിത കഥയുണ്ടാക്കി വന്നിരിക്കുകയാണ്. ഇതൊന്നും ഞാൻ വിശ്വസിക്കാൻ പോകുന്നില്ല. ലബീബയുടെ മുഖത്ത് പരിഹാസം നിറഞ്ഞ പുഞ്ചിരിയുണ്ടായി. മാഹിറും സുറുമിയും മുഖത്തോട് മുഖം നോക്കി. ഒരക്ഷരം മിണ്ടാതെ മുഖവും താഴ്ത്തി നിന്ന സെക്കീറാണെങ്കിലോ ലബീബാക്ക് തന്നോടുള്ള വിശ്വാസം കണ്ട് അമ്പരന്നുകൊണ്ട് അവളെ നോക്കി. ഇപ്പോൾ അവൻ്റെ മുഖത്തെ കുറച്ച് തെളിച്ചമൊക്കെ വെച്ചിട്ടുണ്ട്. അല്ല മനുഷ്യ, നിങ്ങളെന്താ ഒന്നും മിണ്ടാത്തേ? നിങ്ങളല്ല ഓളിങ്ങനെ കുറ്റപ്പെടുത്തുന്നത്? കൈ നീട്ടൊന്നും കൊടുക്കരുതോ? ലബീബ അവനെ നോക്കി പറഞ്ഞു. ഇവള് പിഴയാണ് മാഹിറെ, ഇവളെ നീ വിശ്വസിക്കരുത്. നീ ഇല്ലാത്തപ്പോൾ ആ ആദിലിൻ്റെ കൂടെയായിരുന്നു ഇവളുടെ അഴിഞ്ഞാട്ടം. നിനക്ക് തെളിവ് വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. സെക്കീർ മുമ്പ് എന്ന് എടുത്ത ഫോട്ടോ സെർച്ച് ചെയ്തെടുത്ത് അനിയൻ്റെ മുൻപിലേക്ക് നീട്ടി. അവൻ്റെ മുൻപിൽ നല്ല പിള്ളയാൻ ശ്രമിച്ചത് മാഹിർ കാലുയർത്തി അവൻ്റെ നെഞ്ചിലേക്ക് ആഞ്ഞൊരു ചവിട്ടായിരുന്നു. സെക്കീർ തെറിച്ചു വീണതും ലബീബ ഉറക്കെ നിലവിളിച്ചു. അയ്യോ, എൻ്റെ കെട്ടിയോന് ചവിട്ടിക്കൊന്നേ! ചി, വാ അടക്കടി! മാഹിർ മുരണ്ടതും ലബീബ വാ കൈകൊണ്ട് പൊത്തിപ്പോയി. നീയൊക്കെ ഇനി എന്നാടി ഇവൻ്റെ ചതി മനസ്സിലാക്കുന്നത്? കൊല്ലം കുറേ ആയില്ലേ കൂടെ കിടക്കുന്നു. അവൻ്റെ ഉള്ളിൽ വെറും വിഷാണെന്ന് ഇനി എന്നാ നീ മനസ്സിലാക്കുക? വീണെടുത്ത് നിന്ന് തപ്പിപ്പിടിച്ച് എഴുന്നേൽക്കാൻ ശ്രമിക്കവനെ കലിയോടെ വീണ്ടും തൊഴിച്ചു മാഹിർ. അപ്പോൾ ഈയാണല്ലേ അന്ന് എൻ്റെ പെണ്ണിന് അവീതമുണ്ടെന്ന് പറഞ്ഞ് ഈ ഫോട്ടോ എൻ്റെ ഫോണിലേക്ക് അയച്ചത്? നിന്നെയൊക്കെ ആണല്ലോ ഇത്രയും നാൾ ഞാൻ ഇക്കാക്ക എന്ന് വിളിച്ചത്.
എന്നോർക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുന്നു. ഛേ. മാഹിറിൻ്റെ തൊണ്ട പൊട്ടിയിടറി. സോറി മാഹി, ഞാനിനി ഒന്നും ചെയ്യില്ല. അവൻ്റെ ചുവന്ന കണ്ണുകളിൽ കത്തി നിൽക്കുന്ന ദേഷ്യം കണ്ട് ഭയന്നു വിറച്ചു സക്കീർ. ലബീബ നെട്ടിപ്പകച്ചുകൊണ്ട് അവനെ നോക്കി. അപ്പോൾ ഇതെല്ലാം സത്യമായിരുന്നോ? അവൻ്റെ അരികിൽ നിന്നവൾ 2 ചുവട് പുറകിലേക്ക് വെച്ചു. നിങ്ങളെന്നെ ചതിക്കായിരുന്നല്ലേ? ലബീബയുടെ കണ്ണുകളിൽ സക്കീർ എരിഞ്ഞു. നീ എൻ്റെ പെണ്ണിനെ തട്ടുന്നതും മുട്ടുന്നതും കൂടെ കൊടുക്കാൻ ശ്രമിച്ചതൊക്കെ അറിഞ്ഞപ്പോഴേ നിന്നെ അന്ന് തന്നെ കൊന്നു കളഞ്ഞാലോ എന്ന് കരുതിയതാ ഞാൻ. അന്ന് സുറുമി എന്നെ തടഞ്ഞതുകൊണ്ടാ. ഇന്നിപ്പോൾ ഞാൻ ശരിക്കും എൻ്റെ കണ്ണുകൊണ്ട് കണ്ടടാ നീ എൻ്റെ പെണ്ണിനെ തടഞ്ഞു വെച്ച് കൊഞ്ചുന്നത്. എന്നിട്ട് നീ ഒന്നും ചെയ്തിട്ടില്ലെന്ന് ഞാൻ വിശ്വസിക്കണമല്ലേ? നിനക്ക് ഞാൻ മാപ്പ് തരണല്ലേ? നിനക്ക് എൻ്റെ പെണ്ണിൻ്റെ കൂടെ കിടക്കണാടാ? വേണമെന്ന്. മാഹിർ കാലുയർത്തി അവൻ്റെ തുടയിടക്കിലേക്ക് ആഞ്ഞു വീശിയതും സക്കീർ വേദന കൊണ്ട് പുളഞ്ഞുപോയി. ബഹളം കേട്ട് മുസാഫിറും മസീനയും ആനുമയെല്ലാം ഓടി വന്നു. കാര്യം അറിഞ്ഞപ്പോൾ എല്ലാവരും സക്കീറിനെ പകയോടെ തുറച്ചു നോക്കിയാണ് ചെയ്തത്. ആനുമാക്ക് മോൻ്റെ സ്വഭാവം നേരത്തെ അറിയാവുന്നതുമാണല്ലോ. മാഹിർ ദേഷ്യം അടങ്ങും വരെ അവനെ നിലത്തട്ട് ചവിട്ടിക്കൂട്ടി. ആരും അവനെ തടഞ്ഞില്ല. അവനെ നോക്കി നിൽക്കുമ്പോൾ സുറുമിയുടെ ചുണ്ടിലൊരു വിജയച്ചിരി തെളിഞ്ഞു നിന്നു. ഇത് നിനക്കൊരു പാടാണ്. ഇനി ഒരു പെണ്ണിനോട് നീ ഇതുപോലൊരു പ്രവൃത്തി ചെയ്യരുത്. സുറുമി അവന് നേരെ വിരൽ ചൂണ്ടി. അതേ നിമിഷം തന്നെയാണ് കോളിംഗ് ബെൽ മുഴങ്ങുന്നതും. മുസാഫിറാണ് ഡോറ് തുറന്നത്. കൺമുൻപിൽ കണ്ട കാഴ്ചയിൽ അവൻ്റെ നെറ്റിയൊന്ന് ചുളിഞ്ഞു. അനസാണ്. സക്കീറിൻ്റെ കടയിൽ പണിക്ക് നിൽക്കുന്നവനാണ്. അവനെങ്ങനെ രാത്രിയിലൊന്നും വീട്ടിലേക്ക് വരാറില്ല. എന്താ അനസേ, എന്ത് ഈ രാത്രിയിലെ? അവൻ്റെ മുഖത്തെ പരിഭ്രമം കണ്ട് മുസാഫിറിന് എന്തോ പന്തികേട് മണത്തു. അത് സക്കീർക്ക് ഇല്ലേ ഇവിടെ? അനസിൻ്റെ നോട്ടം അകത്തേക്ക് നീണ്ടു. അപ്പോഴേക്കും വന്നിരിക്കുന്നത് ആരാണെന്ന് നോക്കാൻ മാഹിറും സുറുമിയും ഹാളിലേക്ക് എത്തിയിരുന്നു. അവനകത്തുണ്ട്, നീ കാര്യം പറ, മുസാഫിർ ഗൗരവത്തോടെ ചോദിച്ചു. ഈ അവസ്ഥയിൽ അവൻ സക്കീറിനെ കണ്ടാൽ ശരിയാവില്ലെന്ന് മുസാഫിറിന് തോന്നി. അത്രയ്ക്കുണ്ടല്ലോ ജ്യേഷ്ഠൻ്റെ സ്വഭാവം. നാട്ടുകാരറിഞ്ഞാൽ കുടുംബത്തിലുള്ള എല്ലാവർക്കും നാണക്കേടാണ്. അത് സക്കീർക്ക് ഇന്ന് കടയിൽ നിന്ന് നേരത്തെ പോന്നല്ലോ. ഞാൻ കട അടച്ച് വീട്ടിലേക്ക് പോയാൽ നിൽക്കുമ്പോഴാണ് സക്കീർക്കയെ അന്വേഷിച്ച് ഒരു പെണ്ണ് കടയിലേക്ക് വന്നത്. പെണ്ണോ? എല്ലാവരും ഒരുപോലെ നെട്ടി. ഹാളിലേക്ക് വന്ന ലബീബയുടെ നെഞ്ചിലെത്തി ഒന്നുകൂടി ആടിപ്പളർന്നു. പ്രാണനെപ്പോലെ താൻ സ്നേഹിച്ച ആ മനുഷ്യൻ്റെ മുഖംമൂടി ഓരോന്നായി തൻ്റെ മുൻപിൽ അഴിഞ്ഞു വീഴുകയാണെന്ന് ലബീബയ്ക്ക് മനസ്സിലായി തുടങ്ങിയിരുന്നു. ഭർത്താവിന് വിശ്വാസമൊക്കെയാവാം, അത് അമിതമാവരുതെത്താ. അയാൾ നിങ്ങളെ ചൂഷണം ചെയ്തതോർത്ത് ഒരു നാൾ നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും. മുൻപേ സുറുമി പറഞ്ഞ വാക്കുകൾ അവളുടെ കാതിന് ചുറ്റും വട്ടം കറങ്ങി. തന്നെപ്പോലൊരു പെണ്ണായ സുറുമിയെ വിശ്വസിക്കാതെ അന്നും ഞാൻ ഇയാളുടെ പക്ഷം തീർന്ന് വാദിച്ച് അവളെ കുറ്റപ്പെടുത്തിയതോർത്ത് ലബീബ കുറ്റബോധത്താൽ നീറി. കണ്ണുനീർ പാടകെട്ടി കാഴ്ചയെ മറച്ചതും അവൾ തലയിൽ കൈവച്ച് സോഫയിലേക്ക് ഇരുന്നു. എന്നിട്ട് എന്താ? മാഹിറാണ് ചോദിച്ചത്. സക്കീർക്ക് വീട്ടിൽ പോയി. ഇനി നാളെ വന്നാലേ കാണാൻ നോക്കൂ എന്ന് ഞാൻ കുറേ പറഞ്ഞു നോക്കി. പക്ഷെ ഓൾക്കൊരു കുലുക്കുമില്ല. അവൾ സക്കീർഖാനെ കണ്ടിട്ടേ പോകുന്ന വാശി പിടിച്ച് ബഹളം ഉണ്ടാക്കുക ചെയ്തത്. അവൾക്ക് മൂപ്പരോട് എന്തോ പറയാണ്ടല്ലോ. അത് പറയാനായി സക്കീർക്കയുടെ ഫോണിലേക്ക് ഒരുപാട് പ്രാവശ്യം വിളിച്ചു നോക്കി. പുള്ളി കോളെടുത്തില്ല. അതാ ഞാൻ നേരിൽ കണ്ട് പറയാൻ ഇങ്ങോട്ട് വന്നത്. അവളും വന്നിട്ടുണ്ട് എൻ്റെ കൂടെ, ഫെബിന. അനസ് പുറകിലേക്ക് തിരിഞ്ഞ് നോക്കി വിളിച്ചതും മുറ്റത്തെ കൂരിട്ടിൽ പതുങ്ങി നിന്നവൾ വെളിച്ചത്തേക്ക് കയറി നിന്നു. എല്ലാവരും അവളെ കാണാൻ എത്തി നോക്കി. നീളവും അതിനൊത്ത വണ്ണവുമുള്ളൊരു പെണ്ണ്. എല്ലാവരുടെയും കണ്ണുകൾ തന്നെ അളക്കുകയാണെന്ന് കണ്ട ഫെബിന തോളിലിട്ട ബാഗിൻ്റെ വള്ളിയിൽ ഒന്നുകൂടി മുറുക്കെ പിടിച്ചു. മുസാഫിർ ചാടിയിറങ്ങി അവളുടെ അടുത്തേക്ക് ചെന്നു. ഈ ആരാടി? എന്തിനാ ഈ പാതിരാത്രിക്ക് നീ അവനെ അന്വേഷിച്ചു വന്നത്? ആദ്യം ചോദിച്ചുകൊണ്ട് ആനമ്മയും അവളുടെ മുൻപിലേക്ക് വന്നു. ഞാൻ ഫെബിന. ഞാനും സക്കീർക്കയും പ്രണയത്തിലാണ്. പറഞ്ഞു തീരും മുമ്പ് ആനമ്മയുടെ കൈ അവളുടെ കവിളിൽ പതിഞ്ഞിരുന്നു. ലബീബയുടെ ഹൃദയത്തിൽ അവസാനമായി അവശേഷിച്ചതും അടർന്നു വീണു കഴിഞ്ഞു. ഇതേ തള്ളേ, എന്നെ തല്ലിയാലേ എനിക്ക് തിരിച്ചു തല്ലാനും അറിയാം. സക്കീർക്കയുടെ ഉമ്മയില്ലെന്ന് കരുതി എന്നെ ക്ഷമിക്കുന്നത്. ആളോട് ചോദിച്ചു നോക്ക്. 6 മാസമായി ഞങ്ങൾ പരിചയപ്പെട്ടിട്ട്. ഇപ്പോൾ മിക്ക രാത്രിയിലും പുള്ളി എൻ്റെ വീട്ടിലേക്ക് വരാറുണ്ട്. ഫെബിനയുടെ നാവിൽ നിന്ന് വീഴുന്ന ഓരോ വാക്കുകളും അവരിലെല്ലാം നടുക്കം സൃഷ്ടിച്ചു. ലബീബയുടെ കാതുകൾ പൊള്ളി. ഈ ദുഷ്ടനെയാണല്ലോ ഞാൻ സ്നേഹിച്ചത്. അയാൾ എത്ര ക്രൂരായാണ് എന്നെ വഞ്ചിച്ചത്. അവളുടെ ഉള്ളിലെ പകയുടെ സാഗരം ഇളകി മറിഞ്ഞു. സക്കീറിനെ ഒന്നായി മൂടാൻ എന്ന പോലെ അത് ശക്തമായി. മാഹിർ ആനമ്മയെ തുറച്ചു നോക്കി. കേട്ടില്ലേ? ഇനി എന്ത് ചെയ്യണം?
ഇവളെ ആരതി ഒഴിഞ്ഞ് അകത്തേക്ക് കയറ്റണോ? ഇനിയിപ്പോൾ ഇതുപോലെ എത്ര പേര് ആ കാമദേവനെ അന്വേഷിച്ച് വരുമെന്ന് ആർക്കറിയാം. മകൻ ഇങ്ങനെ ആയി തീർന്നതിൻ്റെ കുറ്റത്തിലേ നിങ്ങൾക്കും ചെറിയൊരു പങ്കുണ്ട്. മകൻ്റെ സ്വഭാവം വ്യക്തമായി മനസ്സിലാക്കിയിട്ടും ആ കുറ്റം മുഴുവനും ഒരു പാവം പെണ്ണിൻ്റെ തലയിൽ വെച്ച് കെട്ടി അവന് വെള്ള പൂശിയ ഉമ്മയല്ലേ നിങ്ങൾ? പിന്നെ എങ്ങനെയാ? മാഹിർ അത് പറഞ്ഞപ്പോൾ ആനുമ്മ തല താഴ്ത്തി. അവനെ കുറിച്ച് എന്തറിഞ്ഞിട്ടാണ് പെണ്ണെ ഈ പാതിരാത്രി നീ അവനെ അന്വേഷിച്ച് എൻ്റെ വീട്ടുമുറ്റത്തേക്ക് വന്നത്? അവന് ഭാര്യയും 2 മക്കളും ഉണ്ട്, മുസാഫിർ പറഞ്ഞു. അതിനിപ്പോൾ എന്താ? ഷക്കീർക്ക് എന്നോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്, ഫെബിന നിസ്സാരമട്ടിൽ പറഞ്ഞു. അത് നിനക്ക് പ്രശ്നമല്ലല്ലേ? എങ്കിൽ ശരി, ഞാൻ അവളെ വിളിക്കാം. ഇനി അവൻ തീരുമാനിക്കട്ടെ. ഫെബിനയെ നോക്കി തല അനക്കിക്കൊണ്ട് മാഹിർ അകത്തേക്ക് പോയി. നിലത്ത് നിന്ന് പതിയെ നിരങ്ങി ബെഡിലേക്ക് ഇരിക്കാൻ തുടങ്ങുകയായിരുന്നു ഷക്കീർ. മാഹിർ വീണ്ടും റൂമിലേക്ക് കയറി വരുന്നത് കണ്ട് അവൻ അന്താളിച്ചു. വീണ്ടും ഉപദ്രവിക്കുമോ എന്ന് ഭയപ്പെട്ടു. വേണ്ട മാഹി, ഇനി ഞാൻ ഒന്നിനും വരില്ല, എന്നെ ഉപദ്രവിക്കരുത്, ഷക്കീർ യാചനയോടെ പറഞ്ഞു. ഞാൻ നിന്നെ വിട്ടുകളഞ്ഞാലും പഠിച്ചവന് നിന്നോടുള്ള കലിപ്പ് തീരുന്നില്ലല്ലോ ഷക്കീറെ. നിന്നെ തേടി അടുത്ത പണി വന്നിട്ടുണ്ട്, ഇങ്ങ് വന്നേ, ഞാൻ കാണിച്ചു തരാം. മാഹിർ ഷക്കീറിനെ വലിച്ചു മുന്തിയും ഉമ്മറത്തേക്ക് കൊണ്ടുവന്നു. ഹാളിലിരിക്കുന്ന ലബീബ തന്നെ രൂക്ഷമായി നോക്കുന്നത് ഷക്കീർ കണ്ടെങ്കിലും ആ നോട്ടം നേരിടാൻ കഴിയാതെ അവൻ പതിയെ മുഖം കുനിച്ചു. വഴിയിൽ നിന്ന് മാറി നിൽക്കുന്നേരം സുറുമിയും പുച്ഛ നിറച്ചൊരു നോട്ടം അവനെ നോക്കിയിരുന്നു. ആനുമ്മയുടെയും മുസാഫിറിൻ്റെയും കൂടെ നിൽക്കുന്ന ഫെബിനയെ കണ്ടതും ഷക്കീർ ഇടിവെട്ടേറ്റതുപോലെ ധരിച്ചു നിന്നു. ഷക്കീറിൻ്റെ ചുണ്ടുകൾ പതിയെ മുഴിഞ്ഞു. ഷക്കീറിനെ കണ്ടതും ഫെബിന ഓടി വന്ന് അവൻ്റെ നെഞ്ചിലേക്ക് വീണു. ചുറ്റുമുള്ളവരുടെ എല്ലാം നോട്ടത്തിൽ ഷക്കീർ വിറങ്ങലിച്ചു. നാശം, ഈ ജന്തുവിന് എന്തിൻ്റെ കേടാണ്? ഷക്കീറിന് ദേഷ്യം വന്നു. ശരീരം മുട്ടാകെ വേദനയാണ്. ഷക്കീർ പാടുപെട്ട് അവളെ തൻ്റെ ദേഹത്തു നിന്നും അടർത്തി മാറ്റി. എൻ്റെ ഫോണ് അയാൾ വാങ്ങി ഷക്കീർക്ക. നമ്മൾ ചാറ്റെല്ലാം അങ്ങേര് കണ്ടുപിടിച്ചു. എന്നെ ഒത്തിരി അടിച്ചു വേദനിപ്പിച്ചു. ഇനി എനിക്ക് വയ്യ അയാളുടെ കൂടെ. അതാ ഞാൻ എല്ലാം ഉപേക്ഷിച്ച് ഷക്കീർക്കയെ തേടി വന്നത്. നമുക്ക് എവിടെയെങ്കിലും പോയി ജീവിക്കാൻ ഷക്കീർക്ക. ഫെബിന കരയും പോലെ പറയുന്നത് കേട്ട് എല്ലാവരും പകപ്പോടെ അവരെ നോക്കി. ഷക്കീറാണെങ്കിലോ ആകെ പെട്ടതുപോലെ ഒരുങ്ങിക്കൊണ്ടു നിൽപ്പും. എന്താണ് പറയേണ്ടതെന്നോ ചെയ്യേണ്ടതെന്നോ അറിയാതെ വലിയൊരു കുരുക്കിൽപ്പെട്ടതുപോലെ നിൽപ്പ്. ഈ ഒന്ന് പോകുന്നുണ്ടോ ശവമേ? നീ കരുതും പോലെ എനിക്ക് നിന്നോട് സ്നേഹമൊന്നുമില്ല. നീ ആരോട് ചോദിച്ചിട്ട് ഇറങ്ങി വന്നത്? നിന്നെ എനിക്ക് വേണ്ട, വന്നതുപോലെ തിരിച്ചു പോയിക്കോ. എപ്പോഴും പഞ്ചാര വാക്കുകൾ മാത്രം പറയാതുള്ള ഷക്കീർ പറയുന്നത് കേട്ട് ഫെബിന അനക്കമറ്റ് നിന്നുപോയി. അത് ശരി, അപ്പം എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞതാണല്ലേ? കൊള്ളാം, നല്ല ആളെയാ ഈ പ്രണയിച്ചത്. ഉമ്മയാനും പെങ്ങളെയും തിരിച്ചറിയാത്ത ഈ നാരയ്ക്ക് ലോകത്തോടുള്ള എല്ലാ പെണ്ണുങ്ങളോടും പ്രണയം തന്നെയാണ്. അവൻ്റെ ഒരു സൂക്കേട് തീർത്ത കൊടുത്ത പാടുകളാണ് ഈ മുഖത്തും ദേഹത്തൊക്കെ കാണുന്നത്. മാഹിർ പറയുമ്പോഴാണ് ഫെബിന അവനെ ശ്രദ്ധിക്കുന്നത്. ഷക്കീറിൻ്റെ ചുണ്ടും മൂക്കുമൊക്കെ പൊട്ടി വീർത്തിട്ടുണ്ട്. അവൾക്കൊന്നും മനസ്സിലായില്ല. മാഹിർ എല്ലാം വിശദമായി പറഞ്ഞു കൊടുത്തപ്പോൾ അവൾ അവനെ തുറച്ചു നോക്കി. ഭാര്യയിൽ നിന്നും വേണ്ടത്ര പരിഗണനയും സ്നേഹവും ഒന്നും കിട്ടാത്തൊരു മനുഷ്യൻ. താൻ മെസ്സേജുകളുടെയും കോളുകളുടെയും അതെല്ലാം വേണ്ടുവോളം പകർന്നു നൽകിയപ്പോൾ അയാൾ തന്നിലേക്ക് ചാഞ്ഞു പോയതാണ്, തന്നെ ഇഷ്ടപ്പെട്ടു പോയതാണ് എന്നൊക്കെയായിരുന്നു ഫെബിനയുടെ ധാരണ. അതുമാത്രമല്ല, ലബീബയുടെ താല്പര്യക്കുറവിനെക്കുറിച്ചൊക്കെ എത്രയോ കുറ്റം പറഞ്ഞു കൊടുത്തിട്ടുമുണ്ട് ഷക്കീർ അവൾക്ക്. എല്ലാം കേട്ടപ്പോൾ അവനോട് സഹതാപമാണ് തോന്നിയത്. എന്നാലിപ്പോൾ അവൾക്ക് മനസ്സിലാകുന്നുണ്ട് അവനൊരു കാട്ടുകോഴിയാണെന്ന്. ഇവന് വേണ്ടി തൻ്റെ ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും ഉപേക്ഷിച്ച് വന്ന താനൊരു വിഡ്ഢിയാണെന്ന് ഫെബിനയ്ക്കിപ്പോൾ നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. തൊട്ടടുത്ത നിമിഷം പുതുമന വീടിൻ്റെ മുൻപിൽ പൊടി പറത്തിക്കൊണ്ടൊരു വാഹനം വന്നു നിന്നു. കാറിൽ നിന്ന് ഇറങ്ങുന്ന ലബീമാൻ്റെ ആങ്ങളമാരെ കണ്ട് ഷക്കീർ ഭയന്ന് വിറച്ചു. ഭൂമി തുരന്ന് നേരിട്ട് പാതാളത്തിലേക്ക് പോകാൻ കൊതിച്ചു പോയവൻ ആ നിമിഷം അളിയാ ഞാൻ. ഷക്കീർ എന്തോ പറയാനായി വാ തുറന്നതും വേണ്ട, നീ ഇനി ഒന്നും പറയണ്ട. ലബീബ വിളിച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. നീ പെങ്ങളെ ചതിക്കായിരുന്നില്ലടാ പഞ്ഞ മോനെ. ചീറിക്കൊണ്ട് ഷക്കീറിന് നേരെ വന്നവൻ അവരുടെ വകയായും കിട്ടി. ഷക്കീറിനെ വയറ് നിറച്ചും ഇടികൊണ്ട് ചതയാൻ അവൻ്റെ ദേഹത്തെ 1 ഇഞ്ച് സ്ഥലം പോലും ബാക്കിയില്ലാതായി. എല്ലാം കണ്ട് അമ്പലത്തിൽ നിൽക്കുന്ന അനസിൻ്റെ പിന്നിലേക്ക് പതുങ്ങി നിന്ന് ഫെബിന. ദയ തോന്നി മാഹിറും മുസാഫിറും ആനുമ്മയും ചേർന്ന് അവരെ പിടിച്ചു മാറ്റിയതും ഷക്കീർ അവശനായി നിലത്തേക്ക് വീണു. ഇവനെപ്പോലൊരു നീചൻ്റെ കൂടെ ഇനി നീ ഇവിടെ നിൽക്കണ്ട ലബീബ. അതിലും നല്ലത് ഞങ്ങളുടെ പെങ്ങൾ വിധവയായി കഴിയുന്നതാണ്. പിള്ളേരെയും എടുത്തു വാ, നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാം. ആങ്ങളമാർ വിളിച്ചതും ലബീബ പിള്ളേരെയും കൊണ്ട് പുറത്തേക്ക് വന്നു. കുട്ടികളെയും എടുത്ത് ആങ്ങളമാർ
കാറിനടുത്തേക്ക് പോയതും ലബീബ സക്കീറിനെ ഒന്ന് നോക്കി. അമർത്തിയൊരു നോട്ടം, ദയവറ്റിയൊരു നോട്ടം. ലബി, പോവല്ലടി, ഞാൻ നന്നായിക്കോളാം. അങ്ങനെയൊന്നും ഇനി ഞാൻ ആവർത്തിക്കില്ല. പോവല്ലേ? ഇൻഷാ അല്ലാ. ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും. ഈ കഥ അവസാനത്തിലൊക്കെ ആയി തുടങ്ങിട്ടോ. എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണേ.